ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ മെഷ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് എൻഗ്ലസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ജൂലൈ 18 ഉള്ള എക്സാമിനും അതുപോലെ എൻഗ്ലസ് മോഡൽ എക്സാംസിനും അതുപോലെ DME സ്റ്റാഫ് നേഴ്സ് എക്സാമിനും എയിംസ് നോർസെറ്റ് എക്സാമിനും എല്ലാവിധമായിട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് എക്സാംസിനും യൂസ്ഫുൾ ആണ്. ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. ഞാൻ എൻഗ്ലസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ബാക്കിയുള്ള DME സ്റ്റാഫ് നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കെല്ലാം വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഷുഡ് ബി പെർഫോംഡ് ആനുവലി അല്ലെങ്കിൽ ഇയർലി ഓവർ ഏജ് 80 ടു സ്ക്രീൻ ഫോർ കൊളോൺ ക്യാൻസർ? Option A, abdominal CT scan. Option B, abdominal X-ray. Option C, colonoscopy. Option D, fecal occult blood test. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആനുവലി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കൊളോണോസ്കോപ്പി എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, അതുപോലെ CT സ്കാൻ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, അബ്ഡോമിനൽ എക്സ്റേ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് മൂന്നും ചെലവേറിയ ടെസ്റ്റുകളാണ്. അതിലും ചെലവ് കുറഞ്ഞ ഫീക്കൽ ഒക്കൽട്ട് ബ്ലഡ് ടെസ്റ്റ്, നമ്മുടെ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യുന്ന ടെസ്റ്റ് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആനുവലി ടു ഡയഗ്നോസ് കൊളോൺ ക്യാൻസർ. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫീക്കൽ ഒക്കൽട്ട് ബ്ലഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ബ്ലഡ് ഇൻ ദ ഫീക്കസ് ഓർ സ്റ്റൂൾ. നമുക്ക് ബ്ലഡിന്റെ അളവ് നോക്കാൻ വേണ്ടിയാണ് സ്റ്റൂളിലുള്ള, വിച്ച് ക്യാൻ ബി എ സൈൻ ഓഫ് പോളിപ്സ് ഓർ ക്യാൻസർ. മേ ബി പോളിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാൻസർ ആയിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒന്നും ഉറപ്പില്ല. ക്യാൻസർ ആകാനുള്ള സാധ്യത ആനുവലി ചെയ്യുകയാണെങ്കിൽ 30%, അതായത് 10 പേരിൽ ഒരു 3 പേർക്കൊക്കെ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. എ പോസിറ്റീവ് ടെസ്റ്റ് മീനിങ് ദാറ്റ് ബ്ലഡ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫീസിസ് ക്യാൻ ബി ഫ്രം കോസസ് അതർ ദാൻ എ കൊളോൺ ഓർ പോളിപ്പ് ഓർ ക്യാൻസർ, ഇൻക്ലൂഡിംഗ് ബ്ലീഡിംഗ് ഇൻ ദ സ്റ്റൊമക്ക്. നമുക്ക് സ്റ്റൊമക്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകാം, അൾസേഴ്സ് ഒക്കെ വരുമ്പോൾ ബ്ലീഡിംഗ് വരാം. അപ്പർ GI ട്രാക്ട് ആൻഡ് ഈവൻ ഈറ്റിംഗ് റയർ മീറ്റ് ഈറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റെഡ് കളറിൽ പോകാം. ഈ ബീറ്റ്റൂട്ട് പോലെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നവരിൽ ഇങ്ങനെ പോകാറുണ്ട്, അല്ലെങ്കിൽ അതർ ഫുഡ്സ് എന്ന് പറയുന്നുണ്ട്. there are 2 types of test. That is, first one is GUAC FOBT and immunochemical FIT. Polyps and cancers do not bleed continually, bleed വരത്തില്ല. So FOBT, that is GUAC, must be done on several stool samples each year and should be repeated every year. Even then, this screening test provides a fairly small reduction in death from colorectal cancer. അപ്പോൾ അറൌണ്ട് 30% ആണ് ഇയർലി, 80% ആണ് എവറി അതർ ഇയർ. സോ കൊളോൺ ക്യാൻസർ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് ഫീക്കൽ ഒക്കൽട്ട് ബ്ലഡ് ടെസ്റ്റിലൂടെ. എല്ലാ വർഷവും ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ 30% വരെ ചാൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെഫിനിഷൻസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഡൈവർട്ടിക്കുലോസിസ്? ആൻ ഇൻഫ്ലേംഡ് ഔട്ട്പേച്ചിങ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ, എ non-inflamed outpouching of the intestine, the partial impairment of the forward flow of intestinal contents, an abnormal protrusion of an organ through the structure that usually holds it. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് നോക്കാം ഏതാന്ന്. കറക്റ്റ് ആൻസർ നോൺ ഇൻഫ്ലോംഡ് ഔട്ട് പോച്ചിങ് ഓഫ് ദ ഇൻഡസ്ട്രൈൻ. ഇൻഫ്ലമേഷൻ വരത്തില്ല, പക്ഷെ അത് ഒരു ഔട്ട് പോച്ചിങ് വരും ഇൻഡസ്ട്രൈനിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എ നോൺ ഇൻഫ്ലേംഡ് ഔട്ട് പോച്ചിങ് ഓഫ് ദി ഇൻഡസ്ട്രൈൻ. ഡൈവർട്ടിക്കുലോസിസ് ഇൻവോൾവ്സ് നോൺ ഇൻഫ്ലേംഡ് ഔട്ട് പോച്ചിങ് ഓഫ് ദി ഇൻഡസ്ട്രൈൻ. ഇൻഫ്ലമേഷൻ ഉണ്ടാകാറില്ല സാധാരണ. ഡൈവർട്ടിക്കുലോസിസ് ഈസ് എ ക്ലിനിക്കൽ കണ്ടീഷൻ ഇൻ വിച്ച് മൾട്ടിപ്പിൾ സാക്ക് ലൈക്ക് പ്രൊട്രൂഷൻസ്, ഡൈവർട്ടിക്കുല അല്ലെങ്കിൽ സാക്ക് ലൈക്ക് പ്രൊട്രൂഷൻസ് വരും, ഡെവലപ്പ് അലോങ് ദ GI ട്രാക്ട് ത്രൂ ഡൈവർട്ടിക്കുല മേ ഫോം എ വീക്ക് പോയിന്റ്സ്. നമ്മുടെ കൊളോണിലൊക്കെ ഉള്ള വീക്ക് പോയിന്റ്സിൽ ബൾജിങ് വരുന്നതാണ്. ഐദർ സ്മോൾ ഓർ ലാർജ് ഇൻഡസ്ട്രൈൻ. ദ മജോറിറ്റി ഒക്കർ ഇൻ ദ ലാർജ് ഇൻഡസ്ട്രൈൻ. സിഗ്മോയിഡ് കൊളോണിലാണ് സാധാരണ രീതിയിലുള്ള ഡൈവർട്ടിക്കുല കൂടുതലായിട്ട് കാണുക. ലാർജ് ഇൻഡസ്ട്രൈനിൽ തന്നെ സിഗ്മോയിഡ് കൊളോൺ, അസെൻഡിങ് ഡിസെൻഡിങ് ട്രാൻസ്വേഴ്സ് കൊളോൺ ഒക്കെ ഇല്ലേ, അതിന് ഏറ്റവും അടിയിലായിട്ട് വരുന്ന സിഗ്മോയിഡ് കൊളോണിലാണ്
സാധ്യത കൂടുതൽ, ഒരു പിക്ചറിന്റെ സഹായത്തോടെ നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഡൈവർട്ടിക്കുലം എന്ന് പറഞ്ഞാൽ സ്മോൾ ഇങ്ങനെയുള്ള പൗച്ചിങ് ആണ്. അത് നോൺ ഇൻഫ്ലേംഡ് ആണ്. ജസ്റ്റ് ഇങ്ങനെ കുരുക്കൾ പോലെ വരുന്നതേ ഉള്ളൂ. അത് കൂടുതൽ കാണുന്നത് സിഗ്മോയിഡ് കൊളോണിലാണ്. സോ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഇതായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ പഠിക്കാൻ പറ്റി. അപ്പൊ ഇതുപോലെയുള്ള എൻഡ്ലെസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തായാലും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Please share this video. Thank you. All the best.